നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 11 ബുധനാഴ്ച, മകരം 28 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്നും? റിനു. മോർണിംഗ് ഉന്മേഷ്. തെക്കൻ കേരളത്തിൽ പതിവ് പോലെ ഇന്നും ഏറ്റവും ചൂടുള്ള വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. 90 ദിവസം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമായിട്ടാണ് ഇന്ന് കോടതി പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെയാൾ, അതായത് സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലായിട്ടുള്ള അഞ്ചാമത്തെയാളാണ് ഇന്നിപ്പോൾ എൻ വാസു ജാമ്യം ലഭിക്കുക. ഒപ്പം മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയും ഈ 90 ദിവസം തികയുന്നു. റിമാൻഡ് കാലാവധി തികയുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമായി പരിഗണിക്കുന്നുണ്ട്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉൾപ്പെടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നൽകാൻ കഴിയുന്ന വിവരവും. ഒപ്പം നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്തൊരു പ്രതിഷേധം ഇന്നലെ SFI കേരള സർവകലാശാലയിൽ നടത്തിയത്. മോഹൻ കുന്നുമേൽ ഇടപെട്ട്, വൈസ് ചാൻസലർ ഇടപെട്ട് SFIയുടെ യൂണിയനെ അസാധുവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിയമപരമായി തീരുമാനിക്കാൻ, അതായത് നടപടിയെടുക്കുവാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. എന്തായാലും പുതിയ ഒരു യൂണിയനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർവകലാശാലയുടെ ഭാഗത്തിൽ നിന്ന് അതിവേഗമാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഫണ്ട് അനുവദിച്ചുകൊണ്ട് സർവകലാശാല കലോത്സവം ഉൾപ്പെടെ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഒപ്പം KGM-CTA സമരം 16 മുതൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സർക്കാർ ക്ഷണിക്കുകയും അവരെ കൃത്യമായി ചർച്ച ചെയ്യുകയും വിഷയങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഒരു രീതിയിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സമരമുഖത്തേക്ക് KGM-CTA കടക്കുന്നത്. ഉന്മേഷ്. ശരി, റിനു ശ്രീധറാണ് ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിൽ നിന്നുള്ള വാർത്തകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഇനിയും ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് ദേശീയ തലത്തിൽ നിന്നും ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദം പുരോഗമിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച പൂർണ്ണമായും പാർലമെന്റിന്റെ ലോക്സഭ സംഘർഷഭരിതമായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് ബജറ്റിലുള്ള പൊതു ചർച്ചകൾ എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ചില വിഷയങ്ങൾ കൂടി കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കാൻ ആണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം PM കെയർ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട എന്ന നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഭാധ്യക്ഷന്മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയം സഭയിൽ ശക്തമായി ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അതേസമയം ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള സഭയിൽ എത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ പ്രമേയം പരിഗണിക്കുന്നതുവരെ എന്തായാലും ഇന്നും സഭയിൽ ഈ വിഷയങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ തവണ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടയുകയും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ജയശ്രീ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഇതോടൊപ്പം തന്നെ മറ്റൊരു ദേശീയ തലത്തിൽ തന്നെ സുപ്രധാനമായ വാർത്തയാണ് NCP നേതാവ് അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ട് NCP ശരത് പവാർ വിഭാഗം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവൻ രോഹിത് പവാറാണ് വാർത്താ സമ്മേളനം നടത്തി ഇത്തരത്തിൽ ഈ അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ, തുടർ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ്. രാജ്യത്തെ 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും 500ഓളം കർഷക സംഘടനകൾ ഭാഗമായ സംയുക്ത കിസാൻ മോർച്ചയും സംയുക്തമായി പ്രഖ്യാപിച്ച തൊഴിലാളി പണിമുടക്കാണ് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ 24 മണിക്കൂർ നടക്കുക. രാജ്യത്തെ വ്യവസായ മേഖലകൾ, ഗ്രാമീണ തൊഴിലാളികൾ, പ്രതിരോധ തൊഴിലാളികൾ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളും ടാക്സി, മോട്ടോർ തൊഴിലാളികളും ഈ പണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. ഏതാണ്ട് 30 കോടിയോളം തൊഴിലാളികൾ ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമാകും എന്നും ആണ് പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ തൊഴിൽ നയങ്ങൾക്ക്, തൊഴിൽ കോഡുകൾക്കെതിരായി പ്രഖ്യാപിച്ച പണിമുടക്കിൽ ഇന്ത്യ US വ്യാപാര കരാർ വിഷയം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ കർഷക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ വിവിധ മേഖലകളെ ഈ ഒരു പൊതുപണിമുടക്ക് ബാധിക്കും. പണിമുടക്കിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം വ്യവസായ മന്ത്രാലയം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ചർച്ചകളിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ പൊതുപണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് അജി? ഡോക്ടർ ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതിയിൽ ഇന്ന് വിധി പറയും എന്നുള്ളതാണ്. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 21 ദിവസമായി റിമാൻഡിൽ കഴിയുകയാണ് ഷിംജിത മുസ്തഫ. ഇന്ന് രാവിലെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി, കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിക്കുന്ന ഒരു വാദമെന്ന് പറയുന്നത് ഇതുവരെയും ഫോറൻസിക് പരിശോധനാ ഫലവും മറ്റ് റിപ്പോർട്ടുകളൊന്നും തന്നെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വരുന്നതുവരെ, ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം നൽകരുത് എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിഭാഗം ഇത് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പ്രതിഭാഗത്തിന്റെ വാദം കഴിഞ്ഞ 21 ദിവസമായി ഷിംജിത മുസ്തഫ റിമാൻഡിൽ കഴിയുകയാണ്. ഒരു തവണ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തു. അപ്പോൾ 21 ദിവസമായി റിമാൻഡിൽ കഴിയുന്ന ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. ഇതിൽ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ട എന്നുള്ള ഒരു വാദമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. ഏതായാലും ഇന്ന് ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ ഉള്ളതാണ് ഇന്ന് പ്രധാനമായും അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയുമായി പര്യടനം തുടരുകയാണ്. ഇന്ന് പേരാമ്പ്രയിലാണ്, കുറ്റ്യാടിയിൽ രാവിലെ 10 മണിക്കാണ് ആ യാത്രയ്ക്ക്, പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത്. തുടർന്ന് നാദാപുരം, വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി മേഖലകളിലൂടെ പര്യടനം നടത്തുകയും ചെയ്യും. മാത്രമല്ല ഈ ജാഥയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും UDFിന്റെ ഭാഗത്ത് നിന്നും നടത്തിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് മലബാർ മേഖലയിൽ നിന്നുള്ളത്. ഡോക്ടർ ഉമേഷ്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും കൊച്ചിയിലേക്കാണ് ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ എറണാകുളത്തും ഒപ്പം മധ്യ കേരളത്തിലും? ലിഡിയ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. മധ്യ കേരളത്തിൽ നിന്ന് ഇന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാർത്തകളാണ്. ഒന്ന് ഹൈക്കോടതി വാർത്തയാണ്. സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പോലീസ്
ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കാൻ വൈകുന്നതിൽ വലിയ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് സൂരജ് ലാമയുടെ മൃതദേഹം ലഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്നുള്ള കാരണം വ്യക്തമാക്കണമെന്നടക്കം കോടതി രാവിലെ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ 2 മാസം കഴിഞ്ഞിട്ടും ഈ എന്താണ് മരണത്തിൽ സംഭവിച്ചത്, അത് കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രയും വേഗം ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വലിയ വിമർശനം പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും സൂരജ് ലാമയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതിയും പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അത് തന്നെ ആവർത്തിക്കുകയാണ് കുടുംബം. നിയമ നടപടിയുമായും കുടുംബം മുന്നോട്ട് പോകാൻ ഒരുങ്ങുക കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അതാണ്. മറ്റൊന്നുള്ളത് ജോസ് കെ മാണി MP നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്നലെ പൈങ്ങോട്ടൂരിൽ വലിയ വരവേൽപ്പ് ജാഥയ്ക്ക് നൽകിയിരുന്നു. കോതമംഗലം ടൗണിൽ ജാഥയ്ക്ക് വലിയ സ്വീകരണം നൽകിയിരുന്നു. 3 ദിവസങ്ങളിലായാണ് ജാഥ എറണാകുളത്ത് നടക്കുന്നത്. ഇന്നിപ്പോൾ മൂവാറ്റുപുഴ, പിറവം, കുന്നത്തുനാട്, പെരുമ്പാവൂർ പ്രദേശങ്ങളിലൂടെയൊക്കെ ജാഥ കടന്നുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വികസന മുന്നേറ്റങ്ങൾ പ്രത്യേകിച്ച് LDF സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങളൊക്കെ ചർച്ചയാക്കി വലിയ ആഘോഷമാക്കിയാണ് ജാഥ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇന്ന് എന്തായാലും പെരുമ്പാവൂർ ഒപ്പം മൂവാറ്റുപുഴ ഒക്കെ പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ജാഥ കടന്നു പോകുന്നത്. 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ജാഥ സമാപിക്കുക. പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ജാഥയിൽ സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശരി, ലിഡിയയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേക്കെതിരായ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറാണ് ഹർജി നൽകിയത്. പൊതുഖജനാവിന്റെ ദുർവിനിയോഗവും നിയമവിരുദ്ധമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കലുമാണ് ലക്ഷ്യമെന്നാണ് ആരോപണം. സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിലെ ആദ്യ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ പ്രതിയായ അഭിഭാഷക ദീപ ജോസഫ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേസെടുത്തത് ചോദ്യം ചെയ്താണ് ദീപ ജോസഫ് കോടതിയെ സമീപിച്ചത്. അതിജീവിത തടസ്സഹർജി നൽകിയിട്ടുണ്ട്. തന്നെയും കേസിലെ മറ്റ് അതിജീവിതമാരെയും ദീപ ജോസഫ് നിരന്തരം വേട്ടയാടുകയാണെന്ന് കോടതിയെ അതിജീവിത അറിയിച്ചിരുന്നു. സുപ്രീംകോടതിയിൽ ദീപ നൽകിയ സത്യവാങ്മൂലവും വക്കാലത്തും വ്യാജമാണെന്നാരോപിച്ച് അതിജീവിത കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ സ്വകാര്യ കരീബിയൻ ദ്വീപ് 2012 സന്ദർശിച്ചിരുന്നു എന്ന് സമ്മതിച്ച് അമേരിക്കൻ കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചതിന് എപ്സ്റ്റീൻ ശിക്ഷിക്കപ്പെട്ടതിന് 4 വർഷത്തിന് ശേഷമായിരുന്നു ലുട്നിക് ദ്വീപ് സന്ദർശിച്ചത്. ദ്വീപ് സന്ദർശിക്കാനുള്ള കാരണം എന്താണെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നാണ് അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. എപ്സ്റ്റീനുമായുള്ള ബന്ധം 2005 ഉപേക്ഷിച്ചെന്നാണ് ലുട്നിക് നേരത്തെ പറഞ്ഞിരുന്നത്. പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് ലുട്നിക് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആണവ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. USS എബ്രഹാം ലിങ്കണിന് പുറമെ പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കാൻ ട്രംപ് ആലോചിച്ചു വരികയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആണവ ചർച്ചയുടെ ആദ്യഘട്ടത്തിന് ശേഷം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ മുഖ്യ സുരക്ഷാ ഉപദേശകൻ അലി ലാരിജാനി ഒമാൻ ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി. അലി ലാരിജാനി ഖത്തർ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തണിന്റെ ജേഴ്സി പ്രകാശനം പാലക്കാട് ചാലിശ്ശേരിയിൽ നടന്നു. മന്ത്രി MB രാജേഷ് ജേഴ്സി പ്രകാശനം ചെയ്തു. റണ്ണേഴ്സ് പെരിങ്ങോട് ക്ലബ്ബിലൂടെ കേന്ദ്ര സംസ്ഥാന സേനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്കുള്ള യാത്രയയപ്പും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഈ മാസം 15-നാണ് റണ്ണേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് തൃത്താല പെരിങ്ങോട് വെച്ച് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 5-ന് സൂംബ നൃത്തത്തോടെ മാരത്തോണിന് തുടക്കമാകും. മന്ത്രി MB രാജേഷും കോൺഗ്രസ് നേതാവ് VT ബൽറാമും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലാണ് മാരത്തൺ നടക്കുക. പങ്കെടുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മാരത്തണിൽ പങ്കെടുക്കുന്നതിനായി ഇതിനകം 2000 പേർ രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ പറഞ്ഞു. പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തൺ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ മഹത്തായ സന്ദേശങ്ങളാണ്. അപ്പോൾ ഈ നാടിൻ്റെ സജീവ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഈ മാരത്തണിൽ എല്ലാ തരത്തിലും വിജയം ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാരത്തണിന്റെ ജേഴ്സി പ്രകാശനം മന്ത്രി എം.പി. രാജേഷും മാരത്തൺ വോളണ്ടിയർമാരുടെ ജേഴ്സി പ്രകാശനം മുൻ എം.എൽ.എ. വി.ടി. ബൽറാമും നിർവഹിച്ചു. കേരളം അറിഞ്ഞ പെരിങ്ങോട് ഒരു പുതിയ മേൽവിലാസം കൂടി സ്വയം എടുത്തണിയുകയാണ്. പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തൺ എന്ന് പറയുന്ന ഒരു വലിയ ഇവൻറ്റിലൂടെ ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി ആ നിലയിലുള്ള ഒരു വലിയ മാരത്തൺ, ഹെറിറ്റേജ് മാരത്തൺ എന്ന രൂപത്തിൽ ഇവിടെ നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പെരിങ്ങോടിന് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നായി മാറും. റണ്ണേഴ്സ് പെരിങ്ങോട് ക്ലബ്ബിലൂടെ കേന്ദ്ര സംസ്ഥാന സേനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി അധ്യക്ഷനായി. റണ്ണേഴ്സ് പെരിങ്ങോട് പ്രസിഡന്റ് എം.പി. മണി, നാദലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി.വി. നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി.കെ. നീതു, നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ടി. മോഹൻദാസ്, കേരള ഗ്രാമീൺ ബാങ്ക് ജില്ലാ റീജിയണൽ മാനേജർ വി.കെ. രാജഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 പാലക്കാട്. പറഞ്ഞു പതിരായിട്ടും പരിഹാരമില്ലാതെ തുടരുകയാണ് കോതമംഗലം കോട്ടപ്പടി നിവാസികൾ നേരിടുന്ന കാട്ടാന ശല്യം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾക്ക് അനങ്ങാപ്പാറ നയമായതോടെ പ്രതിസന്ധിയിലാണ് ഈ നാടൊന്നാകെ. കാടിറങ്ങുന്ന ഭീതി എന്ന ആലങ്കാരിക പ്രയോഗത്തിനപ്പുറം കോതമംഗലം കോട്ടപ്പടി വാവേലി വടക്കും ഭാഗം നിവാസികൾ കാലങ്ങളായി ഉള്ളിൽ പേർന്ന ഭയമത്രയും ഈ വില്ലനെ കുറിച്ചാണ്. ഒന്നല്ല, അനുദിനം ഒരുപാട് പേർ വില്ലന്മാരായി ഈ പ്രദേശത്ത് വിരാജിക്കുന്നുണ്ട്. കൃഷി ചെയ്യാനോ പുറത്തിറങ്ങാനോ വീട്ടുവരാന്തയിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിരിക്കാനോ കഴിയാത്ത സ്ഥിതി. ഇന്നും ഇന്നലെയുമല്ല, 10 വർഷത്തിലേറെയായി ഇവിടുത്തുകാർ പേറുന്ന ദുർവിധി. എല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ ഒരു സാധനം പോലും ഇതിനല്ല. ഒരു 10,000-80,000 രൂപയ്ക്ക് അടുത്തോളം ഞങ്ങൾക്ക് ഇതിനകത്ത് നഷ്ടമുണ്ട്. എല്ലാവരുടെയും പാടത്തുനിന്ന് കൊയ്ത് കയറി പോകുമ്പോൾ ഞങ്ങളുടെ പാടത്ത് മാത്രമേ യാതൊരു സാധനവും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വിളവെടുക്കാറായ ഗ്രേസിയുടെ നെൽപ്പാടങ്ങൾ കാട്ടാനക്കൂട്ടം ഉഴുതുമറിച്ച നിലയിലാണ്. വിയർപ്പുറ്റി നിർത്തിയ പാടത്തു നിന്ന് പ്രതീക്ഷകൾ ഇനി അവർക്ക് കൊയ്തെടുക്കാൻ കഴിയില്ല. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് തോട്ടങ്ങളിലേക്ക് പോകാനോ സന്ധ്യ കഴിഞ്ഞാൽ നഗരത്തിൽ നിന്ന് തൊഴിൽ കഴിഞ്ഞെത്തുന്നവർക്ക് ഒരു ഓട്ടോ പിടിച്ച് എത്താനോ ഈ നാട്ടിൽ ഇപ്പോൾ കഴിയുന്ന സ്ഥിതിയില്ല. കാട്ടാനയെ ഭയന്ന് ആരും ഇവിടേക്ക് വരാതെയായി. രാവിലെ 7:30 റബ്ബർ എടുക്കൊണ്ടിരുന്നപ്പോഴാണ് ആന എന്നെ എടുത്തെറിഞ്ഞ് ചാലക്കുടി സെൻറ്റ് ജെയിംസിൽ പോയി ഒരു 5-6 മാസത്തോളം കഴിഞ്ഞ് കൂടി 1 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് തന്നു. ഒരു 2-2.5-3 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പയ്യെ വെട്ടാൻ പോയി തുടങ്ങിയുള്ളൂ. അത് വൈകിട്ട് 4 മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്ക് ആന വരും. പാലും എടുക്കാൻ പറ്റാനുള്ള ചട്ടപ്പാലാക്കി കൊടുക്കുകയാണ്. നാളുകൾക്ക് മുമ്പാണ് രഞ്ജുവിനെ കാട്ടാന ഓടിച്ചത്. 3 ലക്ഷത്തിലേറെ രൂപ ചികിത്സയ്ക്കായി വേണ്ടി മാത്രം വന്നു. അടിയന്തര സഹായം എന്നോണം സർക്കാർ 1 ലക്ഷം രൂപ നൽകി. പക്ഷേ ഇപ്പോഴും തൊഴിലെടുക്കാൻ കഴിയില്ല. ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ ഉപാധി ഹാങ്ങിങ് ഫെൻസിംഗ് ആയിരുന്നു. അശാസ്ത്രീയവും അപകടകരവുമാണ് എന്ന് പറഞ്ഞിട്ടും അന്താരാഷ്ട്ര വൈൽഡ് ലൈഫ് ക്ലാസുകൾ നിരത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ ന്യായീകരിച്ചു. ഫെൻസിംഗ് തകർത്ത് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലാണ്. 10-ലേറെ കാട്ടാനകൾ ഇവിടുത്തെ വിവിധ കിണറുകളിൽ വീണിട്ടുണ്ട്. കുർബാനപ്പാറ മേഖലയിൽ 15 കുടുംബങ്ങൾ നാട് തന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോഴും ഫെൻസിംഗ് എന്ന ഒറ്റ ഉപായത്തിലൂന്നിയാണ് വനം വകുപ്പിന്റെ പ്രതിരോധ നടപടി. ഇവിടെ ആനശല്യം ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഈ സാധനം വേണ്ട ഇവിടെ, ഈ കമ്പിക്കാലൊന്നും വേണ്ട ഇവിടെ ഇങ്ങനെ ട്രെഞ്ച് കത്തിയത് ഞങ്ങൾക്ക് ആന ഇങ്ങോട്ട് കിടക്കാണ്ട്. ഇതിട്ടിട്ടോ യാതൊരു പ്രയോജനം ഇവിടെ ഇല്ല. എന്നാ പ്രയോജനം? ആന വന്നഴി ചവിട്ടിപ്പൊളിച്ച് വെച്ച് ഇങ്ങോട്ട് കിടക്കുക. ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? സർക്കാർ കാശ് മുടക്കിയിട്ടുള്ള പ്രയോജനം ഉണ്ടോപ്പേ? അത് വേണ്ട എന്നാ എനിക്ക് പറയാനുള്ളൂ. മലയാറ്റൂർ വനമേഖല കടന്ന് പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് ആന എത്താതിരിക്കാൻ ട്രെഞ്ച് വേണം. അത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. 8 കൊല്ലം മുമ്പ് സ്ഥാപിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ സോളാർ ഫെൻസിംഗ് എന്ന ഏക ഉപായത്തിൽ അവർക്ക് വിശ്വാസമില്ല. പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ഉറക്കം കളഞ്ഞും ജീവിതം മറയിച്ചതല്ലാതെ പരാതി കേൾക്കാനോ പരിഹാരം കാണാനോ ആരും ഈ വഴി വന്നിട്ടില്ല. ഇനി വരുമെന്ന പ്രതീക്ഷയും ഇവർക്കില്ല. പുരയിടങ്ങൾ പൊളിച്ചും വീട്ടകങ്ങൾ തകർത്തും കാട്ടാനക്കൂട്ടം മതിച്ചു നടക്കുകയാണ് ഇവിടെ. പുറത്തിറങ്ങാൻ ഭയമാണ് എന്നീ നാട്ടുകാർ പറയുന്നത് ഭയം കൊണ്ട് തന്നെയാണ്. കാലം ഇത്ര കടന്നിട്ടും അധികൃതർക്ക് ഇതൊരു വിഷയമല്ല. അവരുടെ വീടിന് മുന്നിലെത്തുന്നത് വരെ ഇവർക്കിതൊരു വിഷയമാവുകയുമില്ല.
ലാൽകൃഷ്ണൻ, 24, കൊച്ചി. ഇനി കായിക വാർത്തയിലേക്ക്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ വമ്പന്മാർ ഇന്നിറങ്ങും. രാവിലെ 11 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ എതിരാളികൾ അയർലൻഡാണ്. രാത്രി 7-ന് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് പോരാട്ടവുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽവേ പദ്ധതി 2030 പ്രവർത്തനം ആരംഭിക്കും. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ധാരണയായതായി GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി അറിയിച്ചു. ചില രാജ്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയേറെ മുന്നോട്ട് പോയതായും GCC സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഗൾഫിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് 2030 GCC റെയിൽവേ യാഥാർത്ഥ്യമാകും. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നടന്ന ഗതാഗത റോഡ് ഫോറത്തിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. 2030 ഗൾഫ് രാജ്യങ്ങളിലെ റെയിൽവേ ശൃംഖലകൾ തമ്മിൽ പൂർണ്ണമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി വ്യക്തമാക്കി. മേഖലയിലെ ഗതാഗത പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ വലിയ മുൻഗണനയാണ് നൽകുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിനു പുറമെ തന്ത്രപരമായ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് റെയിൽവേ പദ്ധതി വേഗത്തിലാക്കുന്നത്. നിലവിൽ വിവിധ രാജ്യങ്ങളിൽ പദ്ധതിയുടെ നിർമ്മാണം വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. ചില അംഗരാജ്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ പുരോഗതി കൈവരിച്ചപ്പോൾ മറ്റു ചില രാജ്യങ്ങൾ മിതമായ രീതിയിലുള്ള നിർമ്മാണ ഘട്ടങ്ങളിലാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി വരുന്നതോടെ യാത്രാ സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. വിമാനയാത്രക്കും റോഡ് ഗതാഗതത്തിനും ചിലയിടങ്ങളിൽ ജലഗതാഗതത്തിനും മികച്ച ബദലായി ഇത് മാറും. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാകുന്നു.